പത്മനാഭനിപ്പോ ശംഖു സ്വർഗത്തില്ല. ഇന്നുവരെ എന്ത് പരാതിയായിട്ട് ഏത് നാട്ടുകാരനും ഈ പടനിലത്തിന്റെ പടി കടന്നു വന്നാലും പത്മനാഭൻ അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ നാട്ടുകാർ വന്നിരിക്കുന്നത് എന്നെ കുഴപ്പിക്കുന്നൊരു ആവശ്യമായിട്ടാ. ന്യായം വിധിക്കണം, ന്യായം മാത്രമേ വിധിക്കാവൂ. അതെ, കുറച്ചു നേരമായിട്ട് ഞാൻ നൗലനെ വിളിക്കുക, അവൻ ഫോൺ എടുക്കുന്നില്ല. ഇന്ദ്രനെ കണ്ടിട്ട് ഉടനെ വരാന്ന് പറഞ്ഞു പോയവനാ. അല്ല, അവൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നീ അവനെ വിളിച്ചായിരുന്നു? 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തില്ല. സാധാരണ അവൻ എവിടെ പോയാലും ഈ നേരത്തെ അവൻ തിരികെ എത്തുന്നതാ. ഇന്ന് ഇതുവരെ അവൻ എത്തിയിട്ടില്ല. കത്തി കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി TT എടുത്തില്ലെങ്കിൽ സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ? എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ? ഡോക്ടറോട് ഉണ്ടല്ലോ. അത്ര ഡീപ്പ് കൊണ്ടൊന്നുമല്ല. ഞാനിത് ഡ്രസ് ചെയ്തോളാം. ഇന്നലെ എന്തായാലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി, നന്നായി. ഇതാ വരുന്നേ. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏട്ടാ, എത്ര സന്തോഷമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. അതിനിടയിൽ എവിടുന്ന് ആ ദുഷ്ടന്മാര് കേറി വന്നേ? ഇത് പെട്ടെന്നുണ്ടായ ആക്രമണമൊന്നുമല്ല. അവര് പാറുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാ വന്നത്. ആ പെടലിയായിരിക്കും ഏട്ടത്തിയമ്മയെ കൊല്ലാൻ ആളെ അയച്ചത്. അതെ, അതിനെന്നെയോ സാധ്യത. ഇന്ദ്രന്റെ ആൾക്കാരായിരിക്കും എനിക്കപ്പൊ തന്നെ തോന്നിയതാ. ഏതായാലും പാറുവിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ, അത് എന്നെ വലിയ ഭാഗ്യം. എന്തായാലും ഇന്ദ്രനെ ഒന്ന് സൂക്ഷിക്കണം. അവന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ ചില ഉമ്മാക്കികൾ കാണിക്കും. ആലോചിച്ചിട്ട് പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട. ഡോക്ടർ വന്നു. കാണിക്ക നോക്കട്ടെ. പാറുവിനാകെ ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ ജോലിയല്ലേ. നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ശേഷം എന്റെ പിള്ളേര് ഇത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇതെല്ലാം പാറുവിന്റെ മിടുക്ക, അവളുടെ സ്നേഹം. പാറു വരുന്നവരെ നിങ്ങളുടെ കുറവ് അറിയിക്കാതിരിക്കാൻ ഞാനായിരുന്നു അവരുടെ അമ്മ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർക്ക് ശരിക്കും ഒരു അമ്മയെ കിട്ടി. നിങ്ങൾ എന്റെ കൂടപ്പിറപ്പൊക്കെ നഷ്ടപ്പെടുത്തിയതിന്റെ 1000 ഇരട്ടി സ്നേഹം പാറു ഇപ്പോ അവർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചു പോയ ദുരിതകാലമൊക്കെ മാറുക. ഈ വീട്ടില് ഇപ്പൊ സമാധാനം വന്നിരിക്കുക പാറുവിന്റെ വരവോടെ. എനിക്ക് എന്റെ പിള്ളേരെ കുറിച്ച് ഓർത്തിപ്പോ ഒരു പേടിയില്ല, ഒരു വിഷമവുമില്ല. അവർക്കിനി നല്ല കാലം വരാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കോ. ഗിരിയേട്ടാ,
ഞാൻ കണ്ടു. പക്ഷെ കണ്ടപ്പോ ഇത്തിരി വൈകിപ്പോയി. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. ഈ മരത്തെ നോക്കിയായിരുന്നല്ലോ സംസാരം. മരത്തിൽ ആരിയ്ക്കുന്നു ഈ സംസാരം കേൾക്കാൻ? അത് പാറു പറ കേക്കട്ടെ. ഒന്നുമില്ല. മനസ്സിലുള്ള സന്തോഷവും സങ്കടവും എന്തോ ആണ് മരത്തിനോട് പങ്കുവെച്ചെന്ന് മനസ്സിലായി. അല്ല, മരത്തിനോട് ഇങ്ങനെ സംസാരിച്ച ഈ മരം ഇതിനൊക്കെ മറുപടി തരൂ? ഗിരിയേട്ടന്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരൂ? ഇവിടെ വന്ന് ആരോടൊന്നില്ലാതെ എല്ലാം തുറന്നു പറയുമ്പോ മനസ്സിലുള്ള ഭാരമൊക്കെ ഇറങ്ങി പോകുന്ന പോലെ തോന്നും. ഗിരിയേട്ട, നമ്മളിവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയാണ്. നമുക്കിടയിൽ അദൃശ്യമായൊരു അതിർവരമ്പും ഉണ്ട് എന്ന് കരുതി ഗിരിയേട്ടൻ ഒരിക്കലും എന്റെ ആ പഴയ ഗിരിയേട്ടൻ അല്ലാതാവുന്നില്ല. ഗിരിയേട്ടന്റെ മനസ്സിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗിരിയേട്ടന് അതെന്നോട് തുറന്നു പറയാം. അല്ലാതെ എല്ലാ വിഷമം കൂടി ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് മനസ്സിലെടുത്ത് വെക്കരുത്. എന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എനിക്ക് കൂട്ടായി നിൽക്കുന്ന ആളാണ് ഗിരിയേട്ടൻ. അപ്പൊ ഗിരിയേട്ടന്റെ വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കണ്ടേ? എന്റെ കാര്യത്തിൽ ഗിരിയേട്ടൻ കാണിക്കുന്ന കരുതൽ ഗിരിയേട്ടന്റെ കാര്യത്തിൽ എനിക്കും ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം താൽക്കാലികമാണെങ്കിലും ഗിരിയേട്ടന്റെ മനസ്സ് കാണാൻ എന്നും ഞാനുണ്ടാവും. സത്യം.